നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 21,890 പേർക്ക് പുതുതായി രോഗം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു തന്നെയിരിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.71%. 28 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ജില്ലയിൽ 2,455 പേർക്ക് രോഗബാധ. 825 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30.01%. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 2,344 പേർക്കും 89 പേർക്ക് ഉറവിടമറിയാതെയും രോഗബാധ. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ വേണ്ടെന്ന് സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനം. രോഗവ്യാപനം രൂക്ഷമായ സ്ഥലങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മതിയെന്നുമാണ് സർവകക്ഷി യോഗത്തിൽ പൊതുവായ അഭിപ്രായം. തിരുനാവായയിൽ കനത്ത മഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം കടവഴുകി വീണു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം. സുബീറ ഫർഹത്തിന്റെ മൃതദേഹം കബറടക്കി. ചോറ്റൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് കബറടക്കം നടന്നത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 21,890 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു തന്നെയിരിക്കുന്നു. 24 മണിക്കൂറിനിടെ 96,378 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.71%. 28 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 21,890 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 96,378 പരിശോധനകൾ നടന്നതിലാണിത്. ഇപ്പോഴ് 2,32,812 പേരാണ് ചികിത്സയിലുള്ളത്. ഇന്ന് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ എണ്ണം 28. ഇന്ന് രോഗം ബാധിച്ചവരുടെ എണ്ണത്തിലുണ്ടായ കുറവ് എന്തെങ്കിലും ആശ്വാസത്തിന്റെ സൂചനയല്ല. ഇന്നലെ അവധിയായതിനാൽ ടെസ്റ്റിംഗിൽ വന്ന കുറവാണ് അതിൽ പ്രതിഫലിച്ചത്. കോഴിക്കോട് ജില്ലയിലാണ് കോവിഡ് രോഗികളിൽ അധികവും. എറണാകുളം ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത്. കോഴിക്കോട് 3,251 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളത്ത് 2,515 പേർക്കും മലപ്പുറം ജില്ലയിൽ 2,455 പേർക്കും തൃശൂർ 2,416 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 2,272 പേർക്കാണ് രോഗം ബാധിച്ചത്. കണ്ണൂർ 1,618, പാലക്കാട് 1,342, കോട്ടയം 1,275, ആലപ്പുഴ 1,183, കാസർഗോഡ് 1,086, ഇടുക്കി 779, കൊല്ലം 741, വയനാട് 500, പത്തനംതിട്ട 457 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ രോഗബാധിതരുടെ കണക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 28 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 5,138 70 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്ത് ഇന്ന് രോഗം ബാധിച്ചു. 24 മണിക്കൂറിനിടെ 96,378 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.71% എന്ന ഉയർന്ന നിരക്കിൽ തന്നെ തുടരുകയാണ്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,943 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ഇതോടെ 2,32,812 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 11,89,267 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 4,98,196 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 4,77,778 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിൽ കഴിയുന്നു. 20,418 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. 3,731 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 4 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി രൂപപ്പെട്ടു. ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ആകെ 1,550 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിലുള്ളത്. ജില്ലയിൽ ഇന്ന് 2,455 പേർക്ക് രോഗബാധ. 825 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30.01%. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 2,344 പേർക്കും 89 പേർക്ക് ഉറവിടമറിയാതെയും രോഗബാധ. രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നത് 23,597 പേർ. ആകെ നിരീക്ഷണത്തിലുള്ളത് 39,691 പേരാണ്. ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും ആശങ്കയൊഴിഞ്ഞിട്ടില്ല. 2,455 പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. 825 പേർക്ക് രോഗമുക്തിയുണ്ടായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. 30.01% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. സമ്പർക്കത്തിലൂടെ രോഗികളാകുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. 2,344 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 89 പേർക്ക് ഉറവിടമറിയാതെയാണ് രോഗബാധ. രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവർ
നിലവിൽ 23,597 പേരാണ്. ആകെ 39,691 പേർ നിരീക്ഷണത്തിലുണ്ട്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും ഇന്ന് രോഗം ബാധിച്ചു. 39,691 പേരാണ് വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിലുള്ളത്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 479 പേരും വിവിധ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 255 പേരും 197 പേർ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും ചികിത്സയിൽ കഴിയുന്നു. ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായി നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ഇതുവരെ ജില്ലയിൽ 658 പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. അതേസമയം 825 പേർ കൂടി രോഗമുക്തരായി. ഇതുൾപ്പെടെ ഇതുവരെ രോഗമുക്തരായവരുടെ എണ്ണം 1,28,808 കോവിഡ് ബാധിതർ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. അനാവശ്യമായി ആരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത്. ആരിൽ നിന്നും രോഗം പകരാമെന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനാൽ ആരുമായും ഇടപഴകുമ്പോൾ മാസ്ക് ധരിക്കുന്നത് ഉറപ്പാക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം, ജില്ലാതല കൺട്രോൾ സെൽ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുമായി ഫോണിൽ ബന്ധപ്പെടണമെന്നും ഒരു കാരണവശാലും നേരിട്ട് ആശുപത്രികളിൽ പോകരുതെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ വാക്സിൻ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രതിസന്ധിയിൽ. വാക്സിൻ ലഭ്യത ദൗർലഭ്യമാണ് രജിസ്ട്രേഷനെയും ബാധിക്കുന്നത്. ആശുപത്രികൾക്ക് അനുവദിച്ച വാക്സിന്റെ എണ്ണം അനുസരിച്ച് മാത്രമാണ് രജിസ്ട്രേഷൻ നടത്തുന്നത്. അതേസമയം ജില്ലയിൽ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 400,000 കടന്നു. മലപ്പുറം ജില്ലയിൽ വാക്സിൻ ലഭിക്കുന്നതിനുള്ള അനിശ്ചിതത്വം തുടരുന്നതിനാൽ കോവിഡ് വാക്സിനേഷനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ആശുപത്രികളിൽ നേരിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നിർത്തലാക്കിയിരുന്നു. ഇതേ തുടർന്ന് മൊബൈൽ ഫോൺ വഴി സ്വന്തമായും അക്ഷയ കേന്ദ്രങ്ങൾ, വിവിധ സംഘടനകൾ എന്നിവ വഴിയും രജിസ്ട്രേഷൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഓരോ ആശുപത്രികളിലേക്കും അനുവദിച്ച വാക്സിന്റെ എണ്ണം അനുസരിച്ച് മാത്രമേ രജിസ്ട്രേഷൻ നടത്താൻ കഴിയുന്നുള്ളൂ. അതേസമയം ജില്ലയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 5,26,969 ഇതിൽ 4,62,156 പേർ ഒന്നാം ഘട്ട വാക്സിനും 64,813 പേർ രണ്ടാം ഘട്ട വാക്സിനും സ്വീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരിൽ 38,205 പേർ ഒന്നാം ഡോസും 23,871 പേർ രണ്ടാം ഡോസും സ്വീകരിച്ചു. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള 3,76,425 പേർ ആദ്യഘട്ട വാക്സിനും 18,353 പേർ രണ്ടാം ഘട്ട വാക്സിനും സ്വീകരിച്ചു. നിലമ്പൂർ മേഖലയിലെ മിക്ക ആശുപത്രികളിലും തിങ്കളാഴ്ച വാക്സിനേഷൻ നടന്നില്ല. ആവശ്യമായ വാക്സിൻ ലഭിക്കാത്തതാണ് കാരണം. ഇന്നലെ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ നടത്തിയിരുന്നു. എന്നാൽ സൈറ്റിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ പേരില്ലാത്തതിനാൽ രജിസ്ട്രേഷൻ നടക്കുന്നില്ല. മുൻപ് രജിസ്റ്റർ ചെയ്ത നിരവധി ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ എത്തുന്നുമുണ്ട്. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വേണ്ടെന്ന് സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ തീരുമാനം. രോഗവ്യാപനം രൂക്ഷമായ സ്ഥലങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മതിയെന്നുമാണ് സർവകക്ഷി യോഗത്തിന്റെ പൊതുവായ അഭിപ്രായം. വാരാന്ത്യ ലോക്ക്ഡൌൺ തുടരാനാണ് നിർദ്ദേശം. വോട്ടെണ്ണൽ ദിവസം ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മുൻകൈയെടുക്കണമെന്നുമാണ് സർവകക്ഷി യോഗത്തിലെ ധാരണ. കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നത്. നിയന്ത്രണങ്ങൾ കർക്കശമാക്കുന്നതിനോട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ചു. എന്നാൽ സമ്പൂർണ്ണമായ അടച്ചിടലിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് യോഗത്തിലെ പൊതു അഭിപ്രായം. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെന്നും യോഗം വിലയിരുത്തി. തൽക്കാലം രോഗം കൂടി നിൽക്കുന്ന ഇടങ്ങളിൽ മാത്രമായി നിയന്ത്രണം കടുപ്പിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന വാരാന്ത്യ ലോക്ക്ഡൌൺ തുടരാനാണ് നിർദ്ദേശം. രോഗവ്യാപനം തടയാൻ ജനങ്ങൾ മിനി ലോക്ക്ഡൌണിനോട് സഹകരിച്ചതായും യോഗം വിലയിരുത്തി. വോട്ടെണ്ണൽ ദിവസത്തെ ആഘോഷങ്ങൾ ഒഴിവാക്കുന്ന കാര്യത്തിൽ അതത് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനം കൈക്കൊള്ളുന്നതാണ് ഉചിതമെന്നാണ് അഭിപ്രായം. ആഹ്ലാദങ്ങൾ വേണ്ടെന്നു വയ്ക്കാൻ എല്ലാ കക്ഷികളും തയ്യാറായി. അണികളെ ബോധ്യപ്പെടുത്താൻ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാകണമെന്നും യോഗത്തിൽ ധാരണയായി. കടകൾ 9 മണിവരെയാക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചെങ്കിലും 7:30 തന്നെ അടയ്ക്കുന്നതാണ് ഉചിതമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആശുപത്രികളിലെ സൗകര്യം വർദ്ധിപ്പിക്കണമെന്നും വാക്സിൻ വിതരണം കാര്യക്ഷമമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ അനാവശ്യമായി എല്ലാ കാര്യങ്ങൾക്കും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന രീതി അവസാനിപ്പിക്കണമെന്നായിരുന്നു BJPയുടെ ആവശ്യം. ആവശ്യമായ വാക്സിനുകൾ എത്രയും വേഗം ബുക്ക് ചെയ്യണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അതേസമയം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% മേൽ തുടരുന്ന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണം വേണമെന്നാണ് IMAയുടെ ആവശ്യം. കോവിഡ് വ്യാപനം. മംഗലം ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി. വീടുകളിൽ ബോധവൽക്കരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ബോധവൽക്കരണ പരിപാടി നേതൃത്വം നൽകി. മംഗലം പഞ്ചായത്തിൽ ഇപ്പോൾ ഏകദേശം 200 പോസിറ്റീവ് കേസിന്റെ മുകളിലായിട്ടുണ്ട്.
അപ്പോൾ കുട്ടികൾ അതായത് പ്രായം കൂടിയ ആളുകളൊന്നും പുറത്തേക്ക് ഇറങ്ങരുത്. മംഗലം ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വീട് വീടാന്തരം കയറിയുള്ള ബോധവൽക്കരണ പരിപാടി ആരംഭിച്ചു. ദ്രുതകർമ്മസേനയുടെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണം. പഞ്ചായത്തിലെ 20 വാർഡുകളിലും പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 40% കൂടുതലായതിനാൽ മംഗലം പഞ്ചായത്തിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. 186 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് കഴിഞ്ഞ ദിവസം വരെ റിപ്പോർട്ട് ചെയ്തത്. സമീപ പഞ്ചായത്തുകളായ പുറത്തൂരും തൃപ്രങ്കോടും അതീവ ജാഗ്രതയിലാണ്. മംഗലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, വൈസ് പ്രസിഡന്റ് K പാത്തുമ്മക്കുട്ടി, ആരോഗ്യക്ഷേമ സ്ഥിരം സമിതി അധ്യക്ഷൻ KT മുഹമ്മദ് റാഫി, പഞ്ചായത്ത് അംഗങ്ങളായ R മുഹമ്മദ് ബഷീർ, സലീം പാഷ, ഷബീബ്, PT ബാലൻ, ആരിഫ് കാവുങ്ങൽ, സൈനുൽ ആബിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വീടുകളിലെത്തി കോവിഡ് വാക്സിനേഷൻ രജിസ്ട്രേഷൻ ചെയ്ത യുവ കൂട്ടായ്മ ഡൗൺ ബ്രിഡ്ജ് തിരൂരിന്റെ ആഭിമുഖ്യത്തിലാണ് താഴെപ്പാലം മുതൽ നടുവിലങ്ങാടി വരെയുള്ള വീടുകളിൽ കോവിഡ് വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ ചെയ്ത് നൽകിയത്. 45 വയസ്സ് മുതൽ പ്രായമുള്ളവർക്ക് വീടുകളിലെത്തി കോവിഡ് വാക്സിനേഷൻ സൗജന്യമായി ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത യുവ കൂട്ടായ്മ മാതൃകയായി. ഡൗൺ ബ്രിഡ്ജ് തിരൂരിന്റെ ആഭിമുഖ്യത്തിലാണ് താഴെപ്പാലം മുതൽ നടുവിലങ്ങാടി വരെയുള്ള 80ഓളം വീടുകളിൽ ഞായറാഴ്ച കോവിഡ് വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ ചെയ്ത് നൽകിയത്. ഇതിനൊപ്പം കോവിഡ് വാക്സിൻ ബോധവൽക്കരണ ലഘുലേഖയും വിതരണം ചെയ്തു. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 90 പേർക്കാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകിയത്. പരിപാടി 2ാം വാർഡ് കൗൺസിലർ റംല മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഡൗൺ ബ്രിഡ്ജ് പ്രസിഡന്റ് V അഷ്റഫ്, ട്രഷറർ PP ഷംനാർ, O സക്കീർ, C അജ്മൽ, M റമീസ്, M അജ്മൽ, ഫൈസൽ, ലബീബ്, ഷഹൽ എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും ക്ലബിന്റെ നേതൃത്വത്തിൽ വാക്സിൻ രജിസ്ട്രേഷനും ബോധവൽക്കരണവും തുടരും. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന KRMU അംഗത്തിന്റെ ചികിത്സയ്ക്കുള്ള ധനസഹായം കൈമാറി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന KRMU അംഗത്തിന്റെ ചികിത്സയ്ക്കുള്ള ധനസഹായം കൈമാറി. തിരൂർ മേഖലാ കമ്മിറ്റി സ്വരൂപിച്ച തുകയാണ് കൈമാറിയത്. തിരൂർ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ജംഷീർ കൊടിഞ്ഞിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റി അംഗം MP റാഫി ഏറ്റുവാങ്ങി. മേഖലാ സെക്രട്ടറി ബൈജു അരിക്കാഞ്ചിറ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് യാസീൻ, മേഖലാ കമ്മിറ്റി അംഗം സമീർ അഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. തിരുനാവായിൽ കനത്ത മഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം കടപുഴകി വീണു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പട്ടണനടക്കാവിൽ കെട്ടിടത്തിന് മുകളിലെ ഷീറ്റുകൾ റോഡിലേക്ക് വീണു. ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. കനത്ത മഴയിലും കാറ്റിലും തിരുനാവായയിൽ വ്യാപക നാശനഷ്ടമാണുണ്ടായത്. തിരുനാവായക്കടുത്ത് വലിയ പറപ്പൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനു മുകളിൽ മരം വീണ് കാർ പൂർണ്ണമായും തകർന്നു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതോടെ പുത്തനത്താണി തിരുനാവായ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പട്ടണനടക്കാവിൽ കെട്ടിടത്തിനു മുകളിലുള്ള ഷീറ്റുകൾ കാറ്റിൽ പറന്ന് റോഡിൽ പതിച്ചു. പട്ടണനടക്കാവിലെ ഒരു കടയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഷീറ്റാണ് ഫ്രെയിം ഉൾപ്പെടെ പറന്ന് റോഡിൽ പതിച്ചത്. ഇതോടെ പുത്തനത്താണി തിരുനാവായ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പലയിടത്തും വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ് വൈദ്യുതി പൂർണ്ണമായും മുടങ്ങി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴയിൽ നാശനഷ്ടങ്ങളുണ്ടായി. കൽപ്പകഞ്ചേരി ഐരാനിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. വീട് ഭാഗികമായി തകർന്നു. വിവിധയിടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റുകളും മരങ്ങളും വ്യാപകമായി തകർന്നു. ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ആദവനാട് പഞ്ചായത്തിൽ മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീഴുകയും ചെയ്തു. പുന്നത്തലയിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. മണ്ണാർക്കലിൽ കെട്ടിടത്തിന് മുകളിൽ മരം പൊട്ടി വീണു. ഞായറാഴ്ച രാത്രി പെയ്ത ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് എങ്ങുമുണ്ടായിട്ടുള്ളത്. ശക്തമായ കാറ്റിൽ അയ്യപ്പനോവ് ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം മരം വീണു വൈദ്യുതി ലൈൻ പൊട്ടി വീണു. പുന്നത്തലയിൽ വീടിനു മുകളിലേക്ക് തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. പാണ്ടിയത്ത് യാഹുട്ടി ആജിയുടെ വീടിനു മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീടിനുള്ളിൽ ആളുകളുണ്ടായിരുന്നെങ്കിലും ആരും പരുക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വീടിന്റെ ഭിത്തികൾക്കും സാരമായ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. മണ്ണേക്കരയിൽ ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന് മുകളിലേക്ക് തെങ്ങ് വീണ് കെട്ടിടം ഭാഗികമായി തകർന്നു. 7 സ്റ്റാർ ക്ലബ് കെട്ടിടത്തിന്റെ മുകളിലേക്കാണ് മരം വീണത്. ആളപായമില്ല. ഇതിലൂടെയുള്ള റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. ആദവനാട് മനപ്പടിയിൽ ശക്തമായ കാറ്റിൽ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ മുറിഞ്ഞു വീണു. ആൽമരത്തിന്റെ കൊമ്പും മുറിഞ്ഞു വീണിട്ടുണ്ട്. 5 ഇലക്ട്രിക് പോസ്റ്റുകൾ മുറിഞ്ഞു വീണതായാണ് റിപ്പോർട്ടുള്ളത്. അത്താണി കാവുങ്ങൽ റോഡിൽ വലിയ മരം റോഡിലേക്ക് കടപുഴകി വീണു. കഞ്ഞിപ്പുര പട്ടണനടക്കാവ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും പൊട്ടി വീണു. ജില്ലയിൽ വോട്ടെണ്ണൽ നടക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയ 13 കേന്ദ്രങ്ങളിൽ 3716 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത്. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ അതാത് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾക്കൊപ്പം തന്നെ എണ്ണും. ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങൾക്കും ഓരോ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ മേലങ്ങാടി GVHSSലും, ഏറനാട് മഞ്ചേരി മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിലും, നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിലേത്
ചുങ്കത്തറ മാർത്തോമ കോളേജിലും നടക്കും. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പെരിന്തൽമണ്ണയിലും മങ്കട മണ്ഡലം പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ HSSലും വോട്ടെണ്ണും. മലപ്പുറം മണ്ഡലത്തിലെ വോട്ടുകൾ മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിലും, വേങ്ങര മണ്ഡലത്തിലെ വോട്ടുകൾ തിരൂരങ്ങാടി PSMO കോളേജിലും, വള്ളിക്കുന്ന് മണ്ഡലത്തിലെ വോട്ടുകൾ തിരൂരങ്ങാടി GHSSലും, തിരൂരങ്ങാടി മണ്ഡലത്തിലെ വോട്ടുകൾ KMMO അറബിക് കോളേജിലും എണ്ണും. താനൂർ തിരൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ തിരൂർ SSM പോളിടെക്നിക്കിലും, കോട്ടക്കൽ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ തിരൂർ GBHSSലും, തവനൂർ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലും നടക്കും. പൊന്നാനി മണ്ഡലത്തിലെ വോട്ടുകൾ AVHSS പൊന്നാനിയിലാണ് എണ്ണുക. വോട്ടെണ്ണലിന് ജില്ലയിൽ 3716 ഉദ്യോഗസ്ഥരാണ് നിയമിതരായിട്ടുള്ളത്. 1186 മൈക്രോ ഒബ്സർവർമാർ, 1628 കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, 902 അസിസ്റ്റന്റ് കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ എന്നിവർക്കാണ് വോട്ടെണ്ണൽ ചുമതല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൗണ്ടിങ്ങിന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരു ടേബിളിൽ 3 ഉദ്യോഗസ്ഥരാണ് ഉണ്ടാകുക. സൈനികരുടെ തപാൽ വോട്ടെണ്ണുന്നതിന് മൈക്രോ ഒബ്സർവർ, കൗണ്ടിംഗ് സൂപ്പർവൈസർ എന്നിവർക്ക് പുറമെ 2 അസിസ്റ്റന്റ് കൗണ്ടിംഗ് സൂപ്പർവൈസർമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെണ്ണുന്നതിനൊപ്പം മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ EVMൽ രേഖപ്പെടുത്തിയ വോട്ടുകളും എണ്ണും. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ തപാൽ വോട്ടുകൾ മൈക്രോ ഒബ്സർവർമാർ, കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മലപ്പുറം കളക്ടറേറ്റിൽ എണ്ണും. തപാൽ വോട്ടെണ്ണുന്നതിനായി കളക്ടറേറ്റിൽ പ്രത്യേക കേന്ദ്രം സജ്ജമായിട്ടുണ്ട്. വോട്ടെണ്ണൽ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥർക്കുള്ള ആദ്യഘട്ട പരിശീലനവും പൂർത്തിയായി. കരിപ്പൂരിൽ നിന്നും സിംഗപ്പൂർ അടക്കമുള്ള പൂർവേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഉടൻ സർവീസുകൾ ആരംഭിച്ചേക്കും. ഇതിനായുള്ള പദ്ധതികൾ വിമാന കമ്പനികൾ ആലോചിച്ചു വരികയാണ്. പുതുതായി എത്തുന്ന വിമാന കമ്പനികൾ നേരിട്ടുള്ള സർവീസാണ് ആലോചിക്കുന്നത്. പൂർവേഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂർ, മലേഷ്യ, തായ്വാൻ, കൊറിയ, ജപ്പാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് വിവിധ വിമാന കമ്പനികൾ പരിഗണിക്കുന്നത്. നിലവിലെ വിമാന കമ്പനികൾ തങ്ങളുടെ സർവീസുകൾക്ക് കണക്ഷൻ സർവീസുകൾ പരിഗണിക്കുമ്പോൾ പുതുതായി കരിപ്പൂരിലെത്തുന്ന വിമാന കമ്പനികൾ നേരിട്ടുള്ള സർവീസുകളാണ് പരിഗണിക്കുന്നത്. നിലവിൽ പ്രധാനമായും നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പൂർവേഷ്യൻ രാജ്യങ്ങളിലേക്ക് സർവീസ് ഉള്ളത്. എന്നാൽ ഇവയിൽ പ്രധാനമായും യാത്രക്കാരാകുന്നത് മലബാർ മേഖലയിൽ നിന്നുള്ളവരാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് ബിസിനസ് ആവശ്യത്തിനും വിനോദസഞ്ചാരത്തിനുമായി ഇവിടങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. ഇവർക്ക് നെടുമ്പാശ്ശേരിയെയോ ബംഗളൂരുവിനെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. നിലവിൽ കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്തുന്ന സ്പൈസ് ജെറ്റ്, ഇൻഡിഗോ മുതലായ വിമാന കമ്പനികൾ ചെന്നൈ വഴിയോ ബംഗളൂരു വഴിയോ ഈ രാജ്യങ്ങളിലേക്ക് കണക്ഷൻ സർവീസ് ഏർപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി തവനൂർ മണ്ഡലം കമ്മിറ്റി പോസ്റ്റ് ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കുത്തകകളെ സഹായിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയം പിൻവലിക്കുക, BJPയുടെ കേരളത്തോടുള്ള പകപോക്കൽ അവസാനിപ്പിക്കുക, സാർവത്രിക സൗജന്യ വാക്സിൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി തവനൂർ മണ്ഡലം കമ്മിറ്റി പോസ്റ്റ് ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മംഗലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിക്ക് മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി മംഗലം, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ്, റൌഫ്, ഫസൽ മംഗലം, റഷീദ് തണ്ടാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃപ്രങ്ങോട് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് NP റഷീദ്, പുറത്തൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കരീം പുറത്തൂർ, എടപ്പാൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അബ്ദുൽ ഖാദർ കോലാളമ്പ, കമറുദ്ദീൻ എടപ്പാൾ എന്നിവർ നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സുബീറ ഫർഹത്തിന്റെ മൃതദേഹം കബറടക്കി. ചോറ്റൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് കബറടക്കം നടന്നത്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമാണ് മൃതദേഹം വിട്ടു നൽകിയത്. ചോറ്റൂരിൽ സ്വർണം കൈക്കലാക്കുന്നതിനായി കൊല ചെയ്യപ്പെട്ട സുബീറ ഫർഹത്തിന്റെ മൃതദേഹം ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ ചോറ്റൂരിലെ വീട്ടിലെത്തിച്ച മൃതദേഹം മതപരമായ ചടങ്ങുകൾക്ക് ശേഷം ഖബറടക്കി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വീട്ടിൽ വെച്ചാണ് മയ്യത്ത് നമസ്കാരം നടന്നത്. ശേഷം ചോറ്റൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കുകയായിരുന്നു. മാർച്ച് 10-നാണ് സുബിറ കൊല ചെയ്യപ്പെടുന്നത്. ഏപ്രിൽ 20-നാണ് സുബിറയുടെ മൃതദേഹം വീടിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെത്തിയത്. സ്വർണത്തിനായി സുബിറയെ കൊലപ്പെടുത്തിയെന്ന് പ്രതിയും അയൽവാസിയുമായ അൻവർ നേരത്തെ കുറ്റസമ്മതം നടത്തിയിരുന്നു. തുടർന്ന് പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ സുബിറയുടെ ഹാൻഡ് ബാഗും ഹെയർ ബൺ അടക്കമുള്ള വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. കുഴിച്ചിടാൻ ഉപയോഗിച്ച മൺവെട്ടിയും കണ്ടെത്തി. സംഭവ സമയം പ്രതി ധരിച്ചിരുന്ന വസ്ത്രവും കുഴിച്ചുമൂടിയ നിലയിൽ ലഭിച്ചു. എന്നാൽ സുബിറയുടെ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മൊബൈൽ ഫോൺ സമീപത്തെ ഉപേക്ഷിക്കപ്പെട്ട കുഴൽക്കിണറിൽ എറിഞ്ഞെന്നാണ് പ്രതി പറയുന്നത്.
തുടർന്ന് അതിനു മുകളിൽ കല്ലും ഇട്ടു. അതുകൊണ്ട് തന്നെ ഇത് ലഭിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് പോലീസ് നിഗമനം. ഇക്കഴിഞ്ഞ 20-നാണ് സുബിറയുടെ മൃതദേഹം ചോറ്റൂരിലെ ചെങ്കൽക്വാറിക്കു സമീപത്തെ തെങ്ങിൻ തോപ്പിൽ നിന്ന് കണ്ടെത്തിയത്. അയൽവാസിയായ അൻവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. സ്വർണം കൈക്കലാക്കുന്നതിന് കൊലപ്പെടുത്തിയെന്നാണ് പ്രതി നൽകിയ മൊഴി. സുബിറ ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ എതിരെയെത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ചോറ്റൂർ സ്വദേശി കബീറിന്റെ മകളായ സുബിറ ഫർഹത്തിനെ മാർച്ച് 10-നാണ് കാണാതായത്. ജോലി ചെയ്യുന്ന വെട്ടിച്ചിറയിലെ സ്വകാര്യ ക്ലിനിക്കിലേക്ക് അന്നേ ദിവസം രാവിലെ പോയതായിരുന്നു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും യുവതി ക്ലിനിക്കിലെത്താതിരുന്നതിനെ തുടർന്ന് സ്ഥാപനയുടമ വീട്ടുകാരെ ബന്ധപ്പെട്ടപ്പോഴാണ് കാണാതായ വിവരം വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സിദ്ദിഖാപ്പന് നീതി തേടി പ്രതിഷേധ മതിൽ തീർത്ത യൂത്ത് ലീഗ്. സിദ്ദിഖാപ്പനോട് UP സർക്കാർ കാണിക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം പറഞ്ഞു. തിരുവങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ പ്രതിഷേധ മതിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തർപ്രദേശിലെ മഥുര ആശുപത്രിയിൽ കോവിഡ് രോഗബാധിതനായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് പ്രതിഷേധ മതിൽ തീർത്തത്. ദേശവ്യാപകമായി സംഘടിപ്പിച്ച പ്രൊട്ടസ്റ്റ് വാൾ തിരൂരങ്ങാടിയിലും സംഘടിപ്പിച്ചു. തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രൊട്ടസ്റ്റ് വാൾ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം ഉദ്ഘാടനം ചെയ്തു. കാപ്പനോട് UP സർക്കാർ കാണിക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. UP സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നിലപാടുകളുടെ ഒരു ഇര കൂടിയായിരിക്കുകയാണ് സിദ്ദിഖാപ്പൻ. അദ്ദേഹം ഇപ്പോൾ കോവിഡ് രോഗി കൂടിയാണ്. ഒരു രോഗി എന്നുള്ള പരിഗണന പോലും നൽകാതെയാണ് അദ്ദേഹത്തോട് അധികൃതർ പെരുമാറുന്നത്. അത്തരമൊരു അവസ്ഥയിലാണ് അദ്ദേഹം ജീവിച്ചു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും അപകടത്തിലാണ് എന്ന വാർത്തകളാണ് കുടുംബത്തിനും അവരുടെ വക്കീലടക്കമുള്ള സുഹൃത്തുക്കൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി നീതി ലഭ്യമാക്കണം, മനുഷ്യത്വപരമായ പരിഗണന ലഭ്യമാക്കണം, പൗരാവകാശവും മൗലികാവകാശവും സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യത്തിലെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾ ഒന്നടങ്കം സിദ്ദിഖാപ്പൻ്റെ മോചനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി വാദിക്കുന്നതും. ചികിത്സയുടെ പേരിൽ ആശുപത്രിയിൽ കെട്ടിയിട്ട് പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ അനുവദിക്കാതെ സിദ്ദിഖാപ്പനെ ക്രൂരമായി പീഡിപ്പിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ ശക്തമായി പ്രതിഷേധിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി UA റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രഷറർ അനീസ് കുരിയാടൻ, മണ്ഡലം ഭാരവാഹികളായ PT സലാഹു, റിയാസ് തോട്ടുങ്ങൽ, അസീസ് ഉള്ളണം, TP സലാം മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പകര പൗരസമിതി OP സഹീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ഓൺലൈൻ വഴി നടത്തിയ അനുസ്മരണ പരിപാടി സെയ്ദ് ഫക്രുദ്ദീൻ ഹസനെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പകര പൗരസമിതിയുടെ നേതൃത്വത്തിൽ OP സഹീർ അനുസ്മരണം സംഘടിപ്പിച്ചു. പകരയിലും താനാളൂരിലും മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന സഹീറിന്റെ വിടവ് നികത്താനാവാത്തതാണെന്ന് യോഗം അനുസ്മരിച്ചു. സേവന ജീവകാരുണ്യ മേഖലകളിൽ അദ്ദേഹം പതിപ്പിച്ച വ്യക്തിമുദ്ര ഏവർക്കും മാതൃകയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു. സെയ്ദ് ഫക്രുദ്ദീൻ ഹസനെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമദ് പകര അധ്യക്ഷനായിരുന്നു. തൊട്ടിയിൽ സൈനുദ്ദീൻ ബക്കവി, CN അബ്ദുസമദ് സുല്ലമി, നന്ദനിൽ ജാഫർ, ലുക്മാൻ ചക്കലാക്കൽ, ലത്തീഫ് ബോദിയിൽ എന്നിവർ സംസാരിച്ചു. ജാബിർ MP സ്വാഗതവും TP മൊയ്നുദ്ദീൻ നന്ദിയും പറഞ്ഞു. തിരൂർ ജില്ലാ ആശുപത്രി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തിരൂർ CH സെന്റർ 14-ാം വർഷത്തിലേക്ക്. ആശുപത്രിയിലെത്തുന്നവർക്ക് ഭക്ഷണം, മരുന്ന്, പരിചരണം ഉൾപ്പെടെ നൽകി ഒരു ആശ്വാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് CH സെന്റർ. സ്വന്തം കെട്ടിടമൊരുക്കി ഡയാലിസിസ് സെന്റർ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് CH സെന്റർ ഭാരവാഹികൾ. കഴിഞ്ഞ 14 വർഷമായി ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയ തിരൂർ CH സെന്റർ ആശുപത്രിയിലെത്തുന്നവർക്കും അവശത അനുഭവിക്കുന്നവർക്കും ഒരു ആശ്വാസ കേന്ദ്രമായി പ്രവർത്തനം സജീവമായി തുടരുകയാണ്. 2008-ലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ രോഗികൾക്ക് മരുന്ന്, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികൾക്ക് പരിചരണം എന്നിവയിലായിരുന്നു പ്രവർത്തനങ്ങൾ. 2012 മുതൽ ആശുപത്രിയിൽ 2 നേരത്തെ ഭക്ഷണ വിതരണം ആരംഭിച്ചു. 2013 മുതൽ എല്ലാ റമദാനിലും രോഗികൾക്കും കൂടെയുള്ള നോമ്പെടുക്കുന്നവർക്കും അത്താഴ വിതരണം ആരംഭിച്ചു. നൂറുകണക്കിന് ആളുകൾക്കാണ് ഇത് ആശ്വാസമായത്. രാവിലെ 6 മണിക്ക് കഞ്ഞിയും ഉച്ചയ്ക്ക് ചോറും നൽകുന്നത് ഒരു മുടക്കവും കൂടാതെ തുടരുകയാണ്. ലാണ് തിരൂർ ഗവൺമെൻറ് ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA പ്രസിഡൻ്റായിട്ട് ഞങ്ങൾ ഈ തിരൂർ CH സെൻ്ററിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. അതിനുശേഷം ഹോസ്പിറ്റലിലെത്തുന്ന രോഗികളുടെ അവസ്ഥ കണ്ട് ഞങ്ങൾ അവർക്ക് മരുന്ന് അതുപോലെയുള്ള സംവിധാനങ്ങൾ എല്ലാം ഞങ്ങൾ ഇവിടെ റെഡിയാക്കി കൊടുത്തിരുന്നു. അതിനുശേഷം 2013 മുതൽ ഞങ്ങൾ ഇവിടെ വരുന്ന രോഗികൾക്കും അവരുടെ കൂടെ കൂട്ടിയിരിപ്പുകാർക്കും ഉച്ചക്ക് ഭക്ഷണം, രാവിലെ രോഗികൾക്ക് 7 മണിക്ക് കഞ്ഞി,
അതോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങളിപ്പോൾ 2013 മുതൽ ഇവിടെ പരിശുദ്ധ റമദാൻ മാസം ആയപ്പോൾ ഇവിടെ അത്താഴത്തിനൊക്കെ ഇവിടുത്തെ ആളുകൾ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ റിയാദ് KMCCയുടെ സഹായത്തോടു കൂടി ആ 2013 അന്ന് ഞങ്ങൾ അത്താഴ വിതരണം തുടങ്ങി. ഇന്നിപ്പോൾ ഈ പരിശുദ്ധ റമദാൻ വരെ അത് ഞങ്ങൾ പല കാരുണ്യം ചെയ്യുന്ന പല ആളുകളുടെ സഹകരണത്തോട് കൂടിയിട്ട് ഇന്ന് വരെ ഞങ്ങളത് തുറന്നു കൊണ്ടുപോകുന്നുണ്ട്. അതും രാത്രി 2:30 മണിക്ക് നമ്മളൊക്കെ അത്താഴം കഴിക്കുന്ന സമയത്ത് ഇവിടെയുള്ള രോഗികൾക്കുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നോമ്പ് നോൽക്കാനുള്ള സംവിധാനം, ചൂടുള്ള ഭക്ഷണം നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. റിയാദ് KMCC തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ സഹായത്തോടെയാണ് ആശുപത്രിയിൽ അത്താഴ വിതരണം ആരംഭിച്ചത്. ഇപ്പോൾ പല ഉദാരമതികളും സഹായ സഹകരണങ്ങളും ഇതിന് നൽകുന്നുണ്ട്. പുലർച്ചെ 2:30 അത്താഴം വിതരണം നടത്തും. CH സെന്റർ അംഗം CT ഷൗക്കത്താണ് തുടക്കം മുതൽ അത്താഴ വിതരണം നടത്തുന്നത്. ദിനംപ്രതി 100-ലധികം പേരാണ് അത്താഴം കഴിക്കുന്നത്. സ്വന്തം നിലയിൽ പാകം ചെയ്താണ് ഭക്ഷണം നൽകുന്നത്. നോമ്പെടുക്കുന്നവർക്ക് ചൂടുള്ള അത്താഴ ഭക്ഷണം ലഭിക്കുന്നത് വലിയ സന്തോഷം നൽകുന്നു. മരുന്ന് വിതരണം, ആംബുലൻസ് സർവീസ്, വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, വാട്ടർ ബെഡ്, രോഗി സൗഹൃദ കട്ടിൽ, ഇലക്ട്രിക് ഓക്സിജൻ സിലിണ്ടർ തുടങ്ങിയ രോഗി സഹായ ഉപകരണങ്ങൾ വിതരണവും വളണ്ടിയർ സർവീസ് ആവശ്യഘട്ടങ്ങളിൽ വനിതാ വളണ്ടിയർ സേവനവും നൽകുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ വരുന്ന രോഗികൾക്ക് എക്സ്റേ, ലാബ്, ECG ഈ വക സൗകര്യങ്ങളെല്ലാം CH സെൻ്ററിൻ്റെ ലാബിൽ വെച്ചിട്ട് തികച്ചും സൗജന്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. തുടക്കകാലത്ത് ഞങ്ങൾ ഈ പ്രതിരോധ കാലാവസ്ഥ ഉള്ള സമയത്ത് ഓരോ കേന്ദ്രങ്ങളിൽ ചെന്ന് ഞങ്ങൾ അവർക്ക് മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ അന്ന് അവിടെ ഡോക്ടർമാരായിട്ട് പോയിട്ട് അവരുടെ പരിശോധന, അവർക്ക് മരുന്ന്, എല്ലാ കാര്യങ്ങളും നമ്മുടെ തിരൂർ താലൂക്കിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ CH സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രി പരിസരത്ത് തന്നെ ലാബ്, എക്സ്റേ കുറഞ്ഞ നിരക്കിലും സൗജന്യമായി നൽകി വരുന്നു. ആശുപത്രിയിലെത്തുന്നവർക്ക് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും CH സെൻ്ററിന്റെ സേവനം ലഭ്യമാണ്. P. സൈദലി മാസ്റ്റർ പ്രസിഡന്റും PC ഇസ്ഹാഖ് സെക്രട്ടറിയും ഇബ്രാഹിം പള്ളത്ത് ട്രഷററുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. റമദാനിൽ അഭ്യകാംക്ഷികൾ നൽകുന്ന ധനസഹായവും വിവിധ KMCC കമ്മിറ്റികൾ, വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന CH സെൻ്റർ ചാപ്റ്ററുകൾ, ബലിപെരുന്നാൾ ദിനത്തിലെ പള്ളികൾ, ഈദ്ഗാഹുകൾ കേന്ദ്രീകരിച്ചുള്ള ബക്കറ്റ് കളക്ഷൻ ഇവയാണ് പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ. ആംബുലൻസ് സൗദിയിലെ റാബിക് KMCCയാണ് നൽകിയത്. ജില്ലാ ആശുപത്രിയിലെത്തുന്ന അനാഥ മയ്യത്തുകൾ പരിപാലിക്കുന്ന കാര്യത്തിലും തിരൂർ ടൗണിൽ അരക്ഷിതരായി എത്തിപ്പെടുന്ന പലരെയും പലപ്പോഴും പോലീസ് CH സെൻ്ററിനെ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ഭക്ഷണവും മറ്റും നൽകി ഉറ്റവരെയും ഉടയവരെയും ഏൽപ്പിക്കുവാനും CH സെൻ്റർ വളണ്ടിയർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തിരൂരിൽ ബസ് സ്റ്റാൻഡിൽ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ, മറ്റു മേഖലകളിലൊക്കെ അലഞ്ഞു തിരിയുന്ന അനാഥരായ ആളുകളെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ CH സെൻ്ററിൻ്റെ വളണ്ടിയറായ അലിയുടെ നേതൃത്വത്തിലുള്ള ടീമിനെ വിളിച്ച് അവരുടെ സംരക്ഷണം, അവരെ ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്ത് കുടുംബാംഗങ്ങളെ കണ്ടെത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കുടുംബങ്ങളെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കുന്ന സംവിധാനം ഒരുപാട് അങ്ങനത്തെ കേസുകൾ തിരൂർ ആസ്ഥാനമായിട്ട് CH സെൻ്ററാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആക്സിഡൻ്റായ ബോഡികൾ, അതുപോലെ തന്നെ മറ്റ് എന്ത് പ്രശ്നങ്ങളുണ്ടാകുന്ന വരുന്ന മയ്യത്ത് പരിപാലനം 24 മണിക്കൂറും CH സെൻ്ററിൻ്റെ അലിയുടെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ ഇവിടെ സന്നദ്ധമാണ്. CH സെൻ്റർ വളണ്ടിയർ അലിയുടെ നേതൃത്വത്തിൽ തെരുവിൽ അലഞ്ഞു തിരിയുന്ന എത്രയോ പേർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ CH സെൻ്റർ സഹായമായിട്ടുണ്ട്. കോവിഡ് കാലത്തും ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മുടങ്ങാതെ ഭക്ഷണം നൽകുന്നതോടൊപ്പം തന്നെ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർക്കും ഭക്ഷണം വെക്കുന്ന കാര്യത്തിലും CH സെൻ്റർ ഏറെ ശ്രദ്ധേയമായി ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞു. സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളും പ്രത്യേകിച്ച് കടലോര മേഖലയിലുള്ള ആളുകളുമാണ് ആശുപത്രിയിലെത്തുന്നവർ അധികവും. തിരൂർ CH സെൻ്ററിന് സ്വന്തമായ ഒരു ആസ്ഥാനം എന്ന സ്വപ്നത്തിന് ആശുപത്രി പരിസരത്ത് തന്നെ സൗകര്യപ്രദമായ ഒരു സ്ഥലം വിലയ്ക്ക് വാങ്ങി പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കമ്മിറ്റി. ഇപ്പോൾ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹം തിരൂർ പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ പേരിൽ ഞങ്ങളുടെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഈ പരിശുദ്ധ റമദാൻ കഴിഞ്ഞതിന് ശേഷം അവിടെ ഞങ്ങൾക്കൊരു സ്വന്തമായ ഒരു ആസ്ഥാനവും അതുപോലെ തന്നെ ഡയാലിസ് സെൻറ്റർ തുടങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനൊക്കെ ഉദാരമതികളായ ആളുകളുടെ സഹകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വരെ ഞങ്ങൾക്ക് ഇവിടുത്തെ കാരുണ്യത്തിൻ്റെ ഉറവ പറ്റാത്ത ആളുകളുടെ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ദിവസവും 100 കണക്കിന് പേർക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന CH സെൻ്ററിനെ സഹായിക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. കോവിഡ് വ്യാപനം തീവ്രമായ തിരൂർ നഗരസഭയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ATM കൗണ്ടറുകൾ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ അണുമുക്തമാക്കി. കോവിഡ് വ്യാപനം തീവ്രമായ തിരൂർ നഗരസഭയിൽ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തെ ATM കൗണ്ടറുകൾ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ അണുമുക്തമാക്കി. ബസ് സ്റ്റാൻഡ്, സിറ്റി ജംഗ്ഷൻ, താഴെപ്പാലം ഭാഗങ്ങളിലെ ATM കൗണ്ടറുകളാണ് ചെയർപേഴ്സൺ AP നസീമയുടെ നേതൃത്വത്തിൽ അണുമുക്തമാക്കിയത്. വർദ്ധിച്ചു വരുന്ന കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ തിരൂർ ടൗണിലെ എല്ലാ ATM കൗണ്ടറുകളും പിന്നെ നമ്മുടെ കോടതി, പോലീസ് സ്റ്റേഷൻ എല്ലാ ഭാഗങ്ങളും ഫോഗിംഗ് ചെയ്ത് അണുവിമുക്തമാക്കാനാണ് തിരൂർ നഗരസഭ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എല്ലാ പൊതുജനങ്ങളും കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമായിരിക്കണം പുറത്തിറങ്ങേണ്ടതെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ആളുകളെല്ലാം
യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തിരൂർ ടൗണിൽ അലസമായി ചുറ്റിയടിക്കുന്ന അവസ്ഥ പൂർണ്ണമായും നിർത്തണമെന്നാണ് തിരൂർ നഗരസഭയുടെ പേരിൽ അറിയിക്കാനുള്ളത്. ഹെൽത്ത് ഇൻസ്പെക്ടർ വി ഖാലിദ് ഒ രമേശൻ എന്നിവരും സംബന്ധിച്ചു. 300ഓളം പോസിറ്റീവ് കേസുകളാണ് നിലവിൽ നഗരസഭാ പരിധിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. ആദ്യമായി അഭിനയിച്ച ഹ്രസ്വചിത്രത്തിന് തന്നെ മോഹൻലാൽ അടക്കമുള്ളവരുടെ അഭിനന്ദനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ആരതി. വിനോദ് കോവൂർ സംവിധാനം ചെയ്ത രാജകുമാരിയിലെ സുഹറയെയാണ് ആരതി അവതരിപ്പിച്ചത്. കോട്ടക്കൽ സ്വദേശിനിയായ ആരതി സന്തോഷത്തിന്റെ നെറുകയിലാണ്. അഭിനയ ജീവിതത്തിലേക്ക് പിച്ചവെച്ചതിന്റെ ആദ്യ ഹ്രസ്വചിത്രത്തിലെ അഭിനയത്തിനു തന്നെ സിനിമാ രംഗത്തെ പ്രമുഖരുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിയതിന്റെ സന്തോഷത്തിലാണ് കോട്ടക്കൽ സ്വദേശിനി ആരതി. ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിച്ച എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ് കോവൂർ. രാജകുമാരി എന്ന മ്യൂസിക്കൽ ആൽബം ഇതൊരു കൂട്ടുകെട്ടിൻ്റെ പാട്ടാണ്. ഞങ്ങൾ ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്ന രൂപേഷും ഞാനും ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്ന സേതുമാധവനും ഈ പാട്ട് പാടിയിരിക്കുന്ന ഭാനുപ്രകാശും കഴിഞ്ഞ 30 വർഷത്തെ സുഹൃത്ത് ബന്ധമാണ് ഞങ്ങളിൽ നിന്നുണ്ടായ ഒരു പാട്ടാണത്. വളരെ സന്തോഷമുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ അത് റിലീസ് ചെയ്തതോടെ ഒത്തിരി പേര് കണ്ട് വിളിച്ച അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഇങ്ങനൊരു ഗാനം എഴുതാൻ ഞങ്ങൾ ആഗ്രഹിച്ചത്. അതെൻ്റെ കൂട്ടുകാരനായ സേതുമാധവനാണ് വരികൾ എഴുതുന്നത്. ശരിക്കും ഇതിലേക്ക് എത്തിപ്പെടാനുള്ളൊരു കാരണം ചാരുലത എന്ന ഒരു ആൽബമാണ്. ഈ ആൽബം ഞാൻ കാണുകയും ആ ആൽബത്തിലെ ആ കഥയോടും ആ ഒരു സന്ദർഭത്തോടൊക്കെ ഒരു ഇഷ്ടം തോന്നിയപ്പം ഇതുപോലൊരു ഗാന ചിത്രീകരണം നടത്തണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ രാജകുമാരി പിറവിയെടുത്തത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. വിഷുനാളിലാണ് രാജകുമാരി യൂട്യൂബിൽ റിലീസായത്. മനോരമ മ്യൂസിക്കിലൂടെയാണ്. 16-ാം തീയതി എന്നെ മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാൽ ലാലേട്ടൻ വിളിക്കുകയാണ് ഈ രാജകുമാരി കണ്ടിട്ട്. അതെനിക്ക് കിട്ടിയ ഒരു ദേശീയ അവാർഡാണ്. ശരിക്കും ലാലേട്ടൻ വിളിച്ചു. അതിലെ സംഗീതത്തെക്കുറിച്ചും ചിത്രീകരിച്ച രീതിയെക്കുറിച്ചും ഞങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും എല്ലാം ക്യാമറയെക്കുറിച്ചും എല്ലാം വാചാലമായിട്ട് സംസാരിച്ചു. അഭിനയിച്ച പെൺകുട്ടിയെ എവിടെ നിന്ന് സെലക്ട് ചെയ്തു, വളരെ ഭംഗിയായിട്ട് അവൾ ചെയ്തു, അവളുടെ നമ്പർ എനിക്ക് അയച്ചു തരൂ, ഞാൻ ആ കുട്ടിയെ നേരിട്ട് വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യാമെന്നൊക്കെ ലാലേട്ടൻ പറയുകയുണ്ടായി. അങ്ങനെ ലാലേട്ടൻ ഞാൻ ആ കുട്ടിയുടെ നമ്പർ കൊടുത്ത പ്രകാരം ലാലേട്ടൻ ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ചു. ആരതി എന്നാണ് അവളുടെ പേര്. കാടാമ്പുഴിയാണ് അവളുടെ വീട്. നടി മഞ്ജു വാര്യർ തുടങ്ങിയവർ ആരതിയെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, ഇത് രാജകുമാരി എന്ന ഈ മ്യൂസിക്കൽ ആൽബം ശ്രീ മോഹൻലാൽ സാർ കണ്ടു. അദ്ദേഹം എന്നിട്ട് വിനോദേട്ടനെ വിളിക്കുകയുണ്ടായി. എന്നിട്ട് എൻ്റെ നമ്പർ വാങ്ങിച്ച് അദ്ദേഹം പിന്നീട് എന്നെയും വിളിച്ചു. അപ്പോൾ മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ ഈ ടി വിയിൽ മാത്രം കാണുന്ന അല്ലെങ്കിൽ ടി വിയിൽ മാത്രം ആ ശബ്ദം കേൾക്കുന്ന ഒരു വലിയൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഓരോ കാര്യങ്ങളാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ അപ്പോൾ പ്രിയദർശൻ സാറും ഉണ്ടായിരുന്നു. അദ്ദേഹവും സംസാരിക്കുകയുണ്ടായി, അഭിനന്ദിക്കുകയുണ്ടായി. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ. ഇങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും ജീവിതത്തിൽ ഉണ്ടാവുമെന്ന്. ഇങ്ങനൊരു കരിയർ അല്ലെങ്കിൽ ഇതൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്യാമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. വളരെ യാദൃശ്ചികമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. ആരതി തിരുവണ്ണൂർ കോവിലകത്ത് വെച്ചാണ് ചിത്രമൊരുക്കിയത്. ആരതിയുടെ അച്ഛൻ മാറാക്കര പടിഞ്ഞാറ്റീതിൽ സതീശൻ നമ്പൂതിരി കോട്ടക്കൽ ആര്യവൈദ്യശാല മുൻ ജീവനക്കാരനാണ്. അമ്മ പ്രീത മാറാക്കര ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും സഹോദരൻ അഭിനവ് +2 വിദ്യാർത്ഥിയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 21,890 പേർക്ക് പുതുതായി രോഗം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു തന്നെയിരിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.71%. 28 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ജില്ലയിൽ 2,455 പേർക്ക് രോഗബാധ. 825 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30.01%. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 2,344 പേർക്കും 89 പേർക്ക് ഉറവിടമറിയാതെയും രോഗബാധ. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വേണ്ടെന്ന് സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനം. രോഗവ്യാപനം രൂക്ഷമായ സ്ഥലങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മതിയെന്നുമാണ് സർവകക്ഷി യോഗത്തിൽ പൊതുവായ അഭിപ്രായം. തിരുനാവായയിൽ കനത്ത മഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം കടപുഴകി വീണു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ വ്യാപക നാശനഷ്ടം. സുബീറ ഫർഹത്തിന്റെ മൃതദേഹം കബറടക്കി. ചോറ്റൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് കബറടക്കം നടന്നത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.